ഹായ്. നമ്മുടെ കുട്ടികൾക്ക് കഥ കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ കുട്ടികളോട് കഥ പറയണില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാനൊരു കഥ പറയാം. 1847 ഫെബ്രുവരി 11 സാം എഡിസണിക്കും നാൻസി എഡിസണിക്കും പിറന്ന തോമസ് ആൽവ എഡിസൻ്റെ കഥ. നമ്മുടെ എഡിസനെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു. ഈ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് കേൾവിശക്തി വളരെ കുറവുള്ളൊരു കുട്ടിയായിരുന്നു നമ്മുടെ എഡിസനെ. ഈ കേൾവിശക്തി കുറവുള്ള കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എഡിസണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. റവറൻ എങ്കിൽ എന്ന അവൻ്റെ അധ്യാപകൻ അവനെ ചിതറിയ ബുദ്ധിയുള്ളവൻ എന്നാണ് അവനെ വിളിച്ചിരുന്നത്. അതായത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ എഡിസൺ. ഒരിക്കലും അവൻ്റെ അധ്യാപിക അവൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കത്ത് നിൻ്റെ അമ്മയുടെ കയ്യിൽ ഭദ്രമായി എത്തിക്കണമെന്ന് പറഞ്ഞു. അന്ന് സ്കൂൾ വിട്ട് എഡിസൺ വീട്ടിലേക്ക് പോയി. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മ നമ്മുടെ എല്ലാ അമ്മമാരെയും പോലെ തന്നെ തൻ്റെ മകൻ സ്കൂൾ വിട്ട് വരുന്നതും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് അമ്മയെ കണ്ടതും അവന് ഓടിച്ചെന്ന് ഈ കത്തെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഇതെനിക്ക് ടീച്ചർ തന്നതാ, അമ്മക്ക് തരാൻ വേണ്ടിയെന്ന്. അങ്ങനെ ആ അമ്മ ആ കത്തെടുത്ത് വായിച്ചു. ആ വായിച്ചപ്പോൾ ആ അമ്മയുടെ മുഖം വാടാൻ തുടങ്ങി, കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇത് കണ്ട എഡിസൺ തൻ്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത്? തൻ്റെ മകൻ്റെ ഭിന്നശേഷി നന്നായി അറിയാവുന്ന ആ അമ്മ തൻ്റെ മകൻ കേൾക്കെ ആ കത്ത് ഉറക്കെ വായിച്ചു. പ്രിയപ്പെട്ട എഡിസൻ്റെ അമ്മ അറിയാൻ, നിങ്ങളുടെ കുട്ടി അസാമാന്യ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയമോ ഇവിടുത്തെ അധ്യാപകരോ നിങ്ങളുടെ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ പ്രാപ്തരല്ല. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്നതായിരിക്കും ഉചിതം. അന്ന് മുതൽ ആ അമ്മ ആ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്ന് ആ കുട്ടി ദീർഘനേരം കത്തി നിൽക്കുന്ന ബൾബുകളുടെയും ഫോട്ടോഗ്രാഫിയുടെയും എന്തിന് 1093 കണ്ടുപിടുത്തങ്ങളുടെ പാറ്റൻ്റ് സ്വന്തമാക്കിയ, അതും അമേരിക്കൻ പാറ്റൻറ്റുകൾ സ്വന്തമാക്കിയ തോമസ് ആൽവ എഡിസൺ എന്ന മഹാശാസ്ത്രജ്ഞനും ഒപ്പം ഏറ്റവും വലിയ ധനികനുമായി മാറി. പിന്നെയും കാലം കടന്നുപോയി. ഒരിക്കൽ എഡിസൺ തൻ്റെ റൂമിലെ അലമാരയിലെ പുസ്തകങ്ങളെല്ലാം അടക്കി വെക്കുന്ന കൂട്ടത്തിൽ ഒരു കത്ത് ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് എഡിസണിക്ക് മനസ്സിലായി, തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക തൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ കൊടുത്തയച്ച കത്താണത്. എഡിസൺ ആ കത്തെടുത്തു, ഒന്ന് നിവർത്തി വായിച്ചു നോക്കി. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട എഡിസൻ്റെ അമ്മ അറിയാൻ, നിങ്ങളുടെ കുട്ടി ഒട്ടും തന്നെ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് ദയവായി നാളെ മുതൽ അവനെ ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല. ഒരു നിമിഷം സ്റ്റക്കായ എഡിസൺ പിന്നീട് വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് തൻ്റെ ഡയറിയിൽ എഡിസൺ ഇങ്ങനെ കുറിച്ചു: ഒട്ടും ബുദ്ധിയില്ലാത്തവനെ ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവനാക്കി മാറ്റിയ എൻ്റെ അമ്മയാണ് ലോകത്തിലെ ധീരവനിത. പ്രിയപ്പെട്ടവരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്താണ്? എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ ബൈ.